നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ 76ാമത് രക്തസാക്ഷി ദിനമായിരുന്നു ഇന്നലെ ലോകം മുഴുവൻ കൊണ്ടാടിയത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലും ഗാന്ധി രക്തസാക്ഷിത്വ ദിന പരിപാടി ഇന്നലെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ വാർത്തകളിൽ വളരെ അത്ഭുതം തോന്നിച്ചൊരു കാര്യം, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഓഫീസിൽ ഗാന്ധിയുടെ ഫോട്ടോ തട്ടിത്തെറിപ്പിച്ച് രക്തസാക്ഷിത്വ ദിനത്തിൽ തന്നെ ഗ്രൂപ്പ് വഴക്കും കയ്യാങ്കളിയും നടന്നു എന്നുള്ളതാണ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഗാന്ധിജിയെ കോൺഗ്രസ് തന്നെ അവഹേളിക്കുക എന്നുള്ളൊരു പ്രവർത്തനം കോൺഗ്രസ് എന്നല്ല, ഈ രാജ്യത്ത് ആര് നടത്തിയാലും അത് അപലപിക്കപ്പെടേണ്ട വിഷയമാണ്. ഗാന്ധിജിയെപ്പോലെ ലോകം ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ ഈ വിധത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടി അപവദിക്കാൻ ശ്രമിച്ചത് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരേണ്ട ഒരു വിഷയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഗാന്ധിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിട്ട് ഏറെ പതിറ്റാണ്ടുകളായി. സ്വാതന്ത്ര്യ സമ്പാദനത്തിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു ഗാന്ധിജിയെങ്കിലും സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് ക്രമേണ ഗാന്ധിയെ കൈവിട്ടതിൻ്റെ ദുരന്തമാണ് ഇന്ന് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്നത്. ഗാന്ധിജിയെ വധിച്ച മതരാഷ്ട്രവാദികൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കാണ്. ആ പാർട്ടി ഗാന്ധി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെയും ആശയങ്ങളെയും മതനിരപേക്ഷതയെയും അഹിംസയെയും ഉൾപ്പെടെ ജനാധിപത്യ സങ്കല്പനങ്ങളെ ആകെ കോൺഗ്രസ് കൈവിടുകയും സമ്പൂർണ്ണമായി അഴിമതിയിലേക്കും സ്വജനപക്ഷപാതത്തിലേക്കും ഗ്രൂപ്പ് തിരിഞ്ഞുകളുള്ള വഴക്കുകളിലേക്കും ഒക്കെ പോയതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഇന്ന് ഗാന്ധി ഘാതകന്മാരുടെ രാഷ്ട്രീയം ഇന്ത്യയിൽ ആധിപത്യം നേടാൻ ഇടയാക്കിയിട്ടുള്ളത്. അത് ഇന്നലത്തെ ഗാന്ധി സ്മരണ ദിവസത്തിൽ കോൺഗ്രസ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ്സുകാർ അത്ര മോശക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നെറികേട്, ഗാന്ധിയെ അപവദിക്കുന്ന ഈ നെറികേട് രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കാരണം ഗാന്ധി കോൺഗ്രസിൻ്റെ നേതാവായി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച ആളാണെങ്കിലും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും നേതാവാണ്, ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും നേതാവാണ്. ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഇനിയും ഒരുപാട് കാലം ലോകത്തെ മാനവരാശിയെ മുന്നോട്ട് നയിക്കേണ്ട മൂല്യങ്ങളും ആശയങ്ങളുമാണ്. അത്തരമൊരു രാഷ്ട്ര നേതാവിനെ, അത്തരമൊരു ലോക നേതാവിനെ ഇങ്ങനെ കോൺഗ്രസ് പാർട്ടി തന്നെ അപവദിച്ച നടപടിയിൽ ഈ രാജ്യത്തെ, കേരളത്തിലെ, വടക്കാഞ്ചേരിയിലെ ജനങ്ങളോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശക്തമായി പ്രതിഷേധിക്കുന്നു. അത്തരക്കാരെ തള്ളിക്കളയണം എന്ന് അഭ്യർത്ഥിക്കുന്നു.